ടി രമേശ് ജിതേന്ദ്രനോട് ഒരു BLO പറയാണ് ഇതെന്ത് പ്രശ്നം, ഇതൊരു കുഴപ്പമില്ലാത്ത പ്രശ്നമാണ്, ഇത് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് പറഞ്ഞാൽ ഇതെന്തിനാണ് ഈ പറഞ്ഞ സമ്മർദ്ദം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഏതെങ്കിലും ടെൻഷൻ ഇല്ലാതെ വളരെ കൂളായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്ന BLOമാരുണ്ട്. അത് അപൂർവങ്ങളിൽ അപൂർവം ജിതേന്ദ്രനോട് സംസാരിച്ചതോ BLO ഉണ്ട്. തീർച്ചയായും 100% ആ പ്രോസസ്സ് വളരെ കറക്റ്റാണ്. ഇത് വളരെ പാഷനായിട്ട് ചെയ്യുന്ന കുറേ BLOമാർ ഈ മേഖലയിലുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന ഡയറക്ഷന് വിധേയമായി ഈ പ്രോസസ്സ് പൂർത്തീകരിക്കണം. SIR പൂർത്തീകരിക്കണമെന്നതാണ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ BLO കൂട്ടായ്മയുടെ തീരുമാനം. അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുക. SIR നമുക്ക് ഒളിച്ചോടാൻ വേണ്ടി കഴിയില്ല. 2002 ആണ് ബേസ്. അതിനുശേഷം ഓരോ പട്ടികയിൽ കൂട്ടിച്ചേർക്കൽ മാത്രം. അപ്പോൾ പൂർണ്ണമായും ഈ പട്ടിക പരിഷ്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഈ പ്രോസസ്സ് വളരെ കൃത്യതയോടെ പൂർത്തീകരിക്കണമെന്നാണ് BLO അസോസിയേഷൻ BLO കൂട്ടായ്മയുടെ സംസ്ഥാന സമിതിയുടെ തീരുമാനം. അതിനാവശ്യമായ സഹായങ്ങൾ, പ്രവർത്തനങ്ങൾ, സമ്മർദ്ദ തന്ത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് BLOമാർക്ക് ആവശ്യമായ സഹായം ചെയ്തുകൊണ്ട് സമയം കുറച്ച് ദീർഘിപ്പിച്ച് കൊടുത്തുകൊണ്ട് ഈ പ്രോസസ്സ് പൂർത്തീകരിക്കണം. വളരെ നല്ല രീതിയിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരോട് സംസാരിച്ച അനുഭവത്തിൽ പറയുകയാണ്. ഈ എന്യൂമറേഷൻ ഫോമിൽ കൺഫ്യൂഷൻ ഉണ്ട്. എന്യൂമറേഷൻ ഫോം ഒറ്റയ്ക്ക് ഒരുത്തനിരുന്ന് ഇപ്പോൾ VS ജിതേന്ദ്രനെ പോലെ ഓൺലൈനിൽ കയറി വളരെ പെട്ടെന്ന് പൂരിപ്പിക്കാൻ കഴിവുള്ള പ്രബുദ്ധതയുള്ള മനുഷ്യന്മാരല്ല 99.9%. BLOയുടെ സഹായം അവിടെ ആവശ്യമുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ചോദിക്കുന്ന ഇപ്പോൾ 2022 കാണിക്കുന്ന ഒരു ബന്ധുവുണ്ട്, ശരി 25 ബന്ധുവുണ്ട്, ആ ബന്ധു തന്നെ ഈ ബന്ധുവെ കണക്കാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും BLOയ്ക്ക് അറിയില്ല. അങ്ങനെ അറിയാത്ത കുറേ അധികം ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ഇത് പൂരിപ്പിച്ചിറങ്ങുമ്പോൾ മിനിമം അരമണിക്കൂർ കൂടുതൽ എടുക്കുമോ? ഒരു വോട്ടർ സാധാരണഗതിയിൽ ഇപ്പോൾ നിലവിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ പൂരിപ്പിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ BLOയുടെ സൈറ്റിൽ 2002 പട്ടികയിൽ വെച്ച് നമ്മൾ തന്നെയാണ് എടുത്ത് പൂരിപ്പിക്കുന്നത്. അത് വോട്ടറോട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 മാസം എടുത്താൽ തീരൂല. അങ്ങനെയാണ് BLO പ്രാക്ടിക്കലായി അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. അല്ലാതെ ഇരുന്ന് പിന്തിരിഞ്ഞോടുകയല്ല. പ്രഷർ ഉണ്ടെങ്കിൽ കഴിയാത്തവർ മാറി നിൽക്കുക. നിലവിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾ ഇത് പാഷനായിട്ട് ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് ഫോഴ്സിബിൾ ആയി സ്ട്രെസ് ഉള്ളവർക്ക് ഇത് എടുക്കാൻ വേണ്ടി കഴിയില്ല. അവർ മാറി ആളുകളെ കണ്ടെത്തണം. ഇതെന്താണ് ഇലക്ഷൻ കമ്മീഷന്റെ AR ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമല്ലോ. ഇത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്, അംഗനവാടി ടീച്ചർമാരൊക്കെ ഉണ്ട്, അവർക്ക് ആ പ്രദേശം അറിയാം. രമേശ് സമയത്ത് പറ ജിതേന്ദ്ര ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി 90% ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ നെഗറ്റീവ് സൈഡിലൂടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നടപ്പിലാക്കണം. കേരളത്തിൽ SIR നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സമിതിയുടെ തീരുമാനം. ആവശ്യമായ സഹായങ്ങൾ, സാഹചര്യങ്ങൾ രമേശ്, അതിൽ തർക്കമില്ല. ഇതിൽ പ്രശ്നം എന്താണ്? ഇതിൽ അംഗനവാടി ടീച്ചർമാരുണ്ട്, ആവശ്യമായ ട്രെയിനിങ്ങൾ നൽകുക. അല്ല, അംഗനവാടി ടീച്ചർമാരുണ്ട്. അംഗനവാടി ടീച്ചർമാർക്ക് ആ പ്രദേശം മുഴുവൻ നന്നായി അറിയാം, വീടുകൾ കൈവെള്ള പോലെ അറിയാം, പലതവണ പോയി ഇറങ്ങിയതാണ്. ഈ പുതിയതായി വരുന്ന സർക്കാർ ജീവനക്കാർ ഞാൻ പഠിക്കാൻ എടുക്കുന്നതാണോ? അല്ലല്ലോ. അവരെ മാറ്റി അത് പറ. ആലപ്പുഴ ജില്ലയിൽ 7 അംഗൻവാടി ടീച്ചർമാരെ തിരിച്ചെടുത്തിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ കിട്ടാതെ കൊണ്ട് അവരെ തിരിച്ചെടുത്ത് പുറത്താക്കിയ 7 അംഗൻവാടി ടീച്ചർ നമ്മുടെ സംസ്ഥാന സമിതിയുടെ വൈസ് പ്രസിഡന്റ് അനിതകുമാരിയെ അടക്കം തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രായോഗികമായി ഇത് പോസിബിൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നീക്കേണ്ടത്. അല്ലാതെ ഈ സർക്കാർ ജീവനക്കാരനായതുകൊണ്ട് ഇല്ലെങ്കിലും ചെയ്തേ മതിയാകും എന്നുള്ള നിർബന്ധ ബുദ്ധി പാടില്ല. പിന്നെ കുറെ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇതെല്ലാം തുമ്പയെ കൊണ്ട് കല്ലെടുപ്പിക്കും പോലെ ഈ പണി അറിയാത്തവരെ കൊണ്ട് ഈ പണി ഇത്ര ദിവസം ചെയ്തു തീർക്കണം എന്നതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അല്ല, താങ്കളുടെ വാദം പോലെ പറയുന്നതല്ല അദ്ദേഹത്തിന്റെ വക്കാലത്ത് അങ്ങ് എടുക്കുമ്പോ. ശരി ശരി ജിൻഡോ, ജോർജ് 3 തവണ മാറ്റി കൊടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ പരിഗണിച്ചിട്ടില്ല. അവിടെ നേരത്തെ BLO അംഗൻവാടി ടീച്ചർ ചെയ്തിരുന്ന വളരെ ഭംഗിയായി ചെയ്തിരുന്ന എന്തിനാണ് ഈ സമ്മർദ്ദാന്തങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് AR ER ആ ലെവലിൽ ഓഫീസർമാർക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? അവർക്ക് പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങൾ നിശ്ചയിച്ച് ആ ബൂത്തിൽ നടപ്പിലാക്കേണ്ടതില്ലേ? അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് SIR നടപ്പാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രെസ് കൊടുത്ത് മനുഷ്യനെ കൊലക്കി കൊടുക്കാതെ അവർക്ക് സമയം കൊടുത്ത് അവർക്ക് മതിയായ ട്രെയിനിങ് കൊടുത്ത് ആൾക്കാരെ കൃത്യമായി ബോധവൽക്കരിച്ച് അല്ലെങ്കിൽ പണി വൃത്തിക്ക് ചെയ്യല്ലേ വേണ്ടത്. അല്ലാതെ 4-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതി മൊത്തം കയറ്റിക്കോണം, 4-ാം തീയതി മൊത്തം ചെയ്തോണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഓഡിയോ ക്ലിപ്പ് ഇടുന്നില്ല, ജോലി പോകുമെന്ന് പറയുക, ഇല്ലെങ്കിൽ ജോലി പോകുമെന്ന് പറയുക.
ശ്രീ ജിൻഡോ 10-15 വർഷക്കാലം ആടെ 10-15 വർഷക്കാലം BLO ആയി ചെയ്തവരെ എന്തിനാണ് ഇവർ പുറത്താക്കിയത്? SIR മുന്നേ പുറത്താക്കിയില്ലേ? അതാണ് ചോദ്യം ശ്രീ ജിൻഡോ. അവര് വളരെ സക്സസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിനെ മാറ്റി ആരെ നിർദ്ദേശപ്രകാരം മാറ്റിയത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.